ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടൊരു ഹെയർ ടോണർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ തലയിലെ താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിയുടെ പൊട്ടിക്കീറലൊക്കെ, മുടിയുടെ അറ്റമൊക്കെ വിണ്ട് കീറലുണ്ടല്ലോ, പൊട്ടിക്കീറലൊക്കെ ഇല്ലേ, അതൊക്കെ മാറാനും പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതായി ചെമ്പരത്തിപ്പൂവേ. അതിനായിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി അതിൻ്റെ ഇതളുകളൊക്കെ ഒന്നിങ്ങനെ അടർത്തിയെടുത്തിട്ട് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം തിളച്ച് നന്നായിട്ട് അതിൻ്റെ കളറെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് അതിലൊന്ന് തണുത്ത ശേഷം നമുക്ക് അതിൻ്റെ ആ ഇതളുകളെല്ലാം ഒന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കണേ. അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. മുഖ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനും ഒക്കെ ഈ ചെമ്പരത്തിപ്പൂ നല്ലതാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ലിപ് ബാമുണ്ട്, പിന്നെ ക്രീമുകളുണ്ട്, ഒരുപാട് സാധനങ്ങൾ, സോപ്പുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാം വളരെ ഗുണങ്ങൾ അടങ്ങിയതാണ് ചെമ്പരത്തിപ്പൂ. എല്ലാവരുടെയും വീടുകളിൽ അത് കാണുമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഞാനൊരു സ്പ്രേ ബോട്ടിലിലോട്ട് ആക്കിയിട്ടുണ്ടേ. ഞാനിപ്പോൾ എൻ്റെ മോളുടെ മുടിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. എനിക്ക് ഫോൺ പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് മുടി ഈ കൈ കൊണ്ടും ഇങ്ങനെ വിടർത്തി വേണം സ്പ്രേ ചെയ്യാനായിട്ട്. തുമ്മൽ, അലർജി പ്രശ്നങ്ങൾ, ജലദോഷമൊക്കെ ഉള്ളവർ ഒരുപാട് നേരം വെക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. ഈ മുടിയിൽ എല്ലാം ഈ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ടും ഒന്ന് മസാജ്, കുറഞ്ഞ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മുടിക്ക് മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും.